ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ബസ്സിനായിരുന്നു കേട്ടോ പോയത്. വീടിനവിടെ നിന്ന് 6:15 അമൃത ബസ്സിനാണ് കേട്ടോ ഞാൻ കയറിയത്. ഒരു 8:30 ആയപ്പോഴത്തേന് വൈറ്റിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈറ്റിലയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിനാണ് കേട്ടോ പോയത്. ചോറ്റാനിക്കര ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തന്നെ നമ്മളെ ഇറക്കിയിട്ടുണ്ടായിരുന്നേ. നേരത്തെ ഞാനിവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും വന്നത് ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ വന്നപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ക്യൂവ്. അതൊരു 3 വരി ക്യൂ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ആ സമയമായപ്പോഴത്തേനും നട അടയ്ക്കേണ്ട സമയം കൂടെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ക്യൂവും കൂടെ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ലേഡീസ് ഉള്ളി ആയിരുന്നു കേട്ടോ. അവിടെ നല്ല തിരക്ക് കുറവായിരുന്നു. അപ്പം തുടങ്ങിയതായതുകൊണ്ട് തന്നെ ഞാൻ വേഗം അവിടത്തേക്ക് കയറി നിന്ന് പെട്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ തൊഴുതിറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾക്ക് ചുറ്റുമുള്ള ചെറിയ നടകളിലൊക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നേരത്തെ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്തെല്ലാം ഇതേപോലെ തിരക്കാണ് കേട്ടോ. എപ്പം വന്നാലും ഇതേ തിരക്ക് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസമാണല്ലോ ദേവീക്ഷേത്രത്തിൽ മെയിനായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാവാം ചിലപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ അവിടെ എല്ലാം കുറേ നേരമൊക്കെ നിന്നതിന് ശേഷം പിന്നെ നമ്മൾ താഴത്തെ നടയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോഴും നല്ല ക്യൂ ആയിരുന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ വന്നപ്പം എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു താഴെ നടയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ മാറി കിട്ടിയായിരുന്നേ. ഇതാണ് കേട്ടോ അവിടുത്തെ കുളം. താഴെ നടയിലും തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ ഒരു ആല് നിൽക്കുന്ന കേട്ടോ. അവിടെയും ചെറിയൊരു വിളക്കത്തീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയും നമ്മൾ തൊഴുതിന് ശേഷം നമ്മൾ പിന്നെ മേപ്പോട്ട് വീണ്ടും കയറുകയാണ് കേട്ടോ. സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതാണ് കേട്ടോ നമ്മുടെ ശാസ്താവിൻ്റെ നട. അങ്ങനെ ഞങ്ങൾ അവിടെയും കയറിയിട്ട് എള്ള് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അങ്ങനെ കത്തിച്ച് തൊഴുതിന് ശേഷം പിന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. അപ്പോഴത്തേനും നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴയും കാറ്റും. ആ കാറ്റത്താണെങ്കിൽ ഈ തോരണമൊക്കെ നല്ലതുപോലെ സൗണ്ട് കേൾക്കുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ആ മഴയും ഈ തോരണത്തിൻ്റെ സൗണ്ടും എല്ലാം കൂടെ നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ നേരം പിന്നെ നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല ദോശയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ മസാല ദോശയും ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് കേട്ടോ. അപ്പോഴത്തേന് ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നീട് നമ്മൾ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മഴ വന്നും പോയി നിൽക്കുന്ന കാരണം കണ്ട് അപ്പോഴത്തേനും മഴയൊക്കെ ഇരുണ്ട് മൂടി കേട്ടോ. ചെറുതായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ മഴ. അങ്ങനെ നമ്മൾ പോയത് സുഭാഷ് പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബസ്സിൽ കയറിയത്. അപ്പം ബസ്സിൽ ദാണ്ട് ഈ അങ്കിൾ അവിടെ നിന്ന് പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പണ്ടത്തെ ഒരു ഓർമ്മയിലോട്ടൊക്കെ പോയായിരുന്നു. അങ്ങനെ നമ്മൾ സുഭാഷ് പാർക്കിലെത്തിയപ്പോഴത്തേക്ക് സുഭാഷ് പാർക്ക് ഇന്ന് ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. നല്ല ഒരു പച്ചപ്പും കാര്യങ്ങളും എന്ത് ഭംഗിയാണെന്ന് നോക്കി. പക്ഷേ എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല കേട്ടോ. അകത്ത് കയറാൻ പറ്റാത്തതിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ഇനി ഞാൻ പോകുമ്പം കയറണം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ ഇരിക്കണത്. അങ്ങനെ പുറത്ത് നിന്ന് കുറേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മൾ പുറമേ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും എന്ത് ഭംഗിയാണെന്ന് നോക്കി പച്ചപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇതുവരെ നമ്മുടെ സുഭാഷ് പാർക്കിൽ പോയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ കയറി കാണണം കേട്ടോ. അത്രയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിനൊരു റിലാക്സേഷനും കാര്യങ്ങളും ഒക്കെ തരുന്നൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് കണ്ടപ്പം ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ അത്.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ നടന്ന് ബോട്ട് ജെട്ടി വന്നു കേട്ടോ. അങ്ങനെ അതുവഴി നടന്ന് നമ്മൾ പിന്നെ മറൈൻ ഡ്രൈവിലെത്തി കേട്ടോ. മറൈൻ ഡ്രൈവ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രത്യേക ഫീലായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല കാറ്റും, എന്നാൽ വെയിലുണ്ടായിരുന്നു വെച്ചാൽ വെയിലുണ്ടായിരുന്നു, എന്നാൽ നമുക്കത് അനുഭവപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല കേട്ടോ. നല്ല കാറ്റ്, നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന പ്രായക്കാരൊന്നൊന്നുമില്ല കേട്ടോ. കുഞ്ഞു കുട്ടികൾ മുതൽ നല്ല മുതിർന്ന ആൾക്കാർ വരെ അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അവിടെ നമ്മൾ കുറേ നേരമൊക്കെ നിന്ന് കേട്ടോ. ഈ ഫ്ലാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടപ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അവർക്ക് കിട്ടുന്നത് പുറത്തോട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാം പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഫ്ലാറ്റ് കണ്ടപ്പോൾ എനിക്കെന്തോ ആ ഫ്ലാറ്റും കൂടെ ഒക്കെ എടുക്കണമെന്ന് തോന്നി കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ക്യാമറാമാന്. ഇവനാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു തന്നത്. ഇവന് നല്ലോണം വീഡിയോ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ പിന്നെ ഒരു ബോട്ട് സർവീസിനൂടെ കയറാൻ നേരത്തെ കേട്ടോ. ഈ ബോട്ടിലാണ് കേട്ടോ നമ്മൾ ബോട്ട് സർവീസിന് പോയത്. 1 hour ആയിരുന്നു കേട്ടോ അതിന് ടൈം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ബോട്ട് സർവീസിന് കയറി. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരായിരുന്നു കേട്ടോ എല്ലാവരും അത്യാവശ്യം നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് ഒരു അങ്കിളും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ INS വിക്രാന്ത് എന്ന നേവിയുടെ യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. INS വിക്രാന്ത് അതിലെ എതിർവശത്തായിട്ട് കാണുന്നത് നേവൽ ബേസ് ആണ്. ഇത് വന്നിട്ട് സദേൺ നേവൽ കമാൻഡാണത്. സൗത്ത് ഇന്ത്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടറാണ്. അതിൽ കാണുന്ന ലൊക്കേഷൻ വന്നിട്ട് വില്ലിംഗ്ടൺ ഐലൻഡ്. ഇത് ആർട്ടിഫിഷ്യൽ ഐലൻഡാണ്, മാൻമെയ്ഡ് ഐലൻഡ്. നേരെ പുറകുവശത്തായിട്ട് കാണുന്നത് വന്നിട്ട് ഒരു പാർക്കാണിത്. സുഭാഷ് ബോസ് പാർക്കാണിത്. സുഭാഷ് ബോസ് പാർക്ക്. ഇതിലെ മറൈൻ ഡ്രൈവ് ഏരിയ. കൊച്ചിൻ ഓയിൽ ടെർമിനൽ എന്ന് പറയപ്പെടുന്നത് ബർത്ത് കം പമ്പിംഗ് സ്റ്റേഷനാണിത്. ഇവിടെ വരുന്ന ഷിപ്പുകളെല്ലാം ഓയിൽ ടാങ്കറുകളായിരിക്കും. അതിന്റെ പൈപ്പ് ലൈൻ കണക്റ്റഡ് ഓയിൽ റിഫൈനറി 26 kilometer ഡിസ്റ്റൻസ്. ഇത് സപ്ലൈ വെസലുകൾ. ഇതിന് പുറകുവശത്തായിട്ടുള്ള ലൊക്കേഷൻ വന്നിട്ട് മട്ടാഞ്ചേരിയാണ്. ഇതിന്റെ പുറകുവശത്തായിട്ട് കാണുന്നത് മട്ടാഞ്ചേരി. നമ്മളിനി ഇത് 1.5 kilometer നീളത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയ ആണ്. 1.5 kilometer. അപ്പൊ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നെക്സ്റ്റ് കാണുന്ന സ്ഥലം മട്ടാഞ്ചേരി. നമ്മൾ ബോട്ട് പോകുന്ന ലൊക്കേഷൻ വന്നിട്ട് ഫോർട്ട് കൊച്ചി ആയിരിക്കും. ഫോർട്ട് കൊച്ചി. ഇതിന് ഷീറ്റിന്റെ അടിയിലായിട്ട് കാണുന്ന റോബർട്ട് ബ്രിസ്റ്റോ.
ഇത് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് ആണ്. ഇത് കൊച്ചിൻ പോർട്ടേഴ്സിന്റെ കീഴിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. അതുപോലെ സൈഡിലായിട്ട് കാണുന്ന മറ്റൊരു ബിൽഡിംഗ് അത് വന്നിട്ട് ഇത് കേരളത്തിലെ ആദ്യത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, താജ് മലബാർ. അതുപോലെ ഇത് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ, ബോൾഗാട്ടി എന്ന സ്ഥലമാണത്. മുളവുകാട് ഐലൻഡ് ആണ്, ബോൾഗാട്ടിയാണ്. അവിടെ കാണുന്ന ബിൽഡിംഗ് അത് ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്, ഹയാത്താണത്. ഇതിന് സൈഡിലായിട്ടാണ് ബോൾഗാട്ടി പാലസ് ഉള്ളത്. ബോൾഗാട്ടി പാലസ് എൻഡിലായിട്ട് കാണുന്ന ഐലൻഡ് വൈപ്പിനാണത്, വൈപ്പിൻ ഐലൻഡ്. മുളവുകാട് ഐലൻഡ് എന്താ പറയുന്നത്, ചെറായി ബീച്ചൊക്കെ ഉള്ളത് ആ ഐലൻഡിലാണ്. ഇത് ഈ കാണുന്ന ഒരു ബിൽഡിങ് ഇത് വന്നിട്ട് ഇത് വരുന്നത് പാസഞ്ചർ ബോട്ടാണ്, വാട്ടർ മെട്രോയുടെ ഒരു പാസഞ്ചർ ബോട്ട്. ഒക്കെ ഉള്ള ലൊക്കേഷൻ ഇവിടെയാണ് ഈ സ്ഥലം. ഇതെല്ലാം ഇതൊരു ഹെറിറ്റേജ് ഏരിയ ആണ്, ഇത് പൈതൃക മേഖലയാണ്. ഇവിടെ കാണുന്ന ഓട് ഭാഗമായിട്ടിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം വിദേശികൾ നിർമ്മിച്ചിട്ട് പോയതാണ്. 100-ൽ പരം വർഷം പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇതെല്ലാം. അങ്ങനെ 100-ൽ പരം വർഷം പഴക്കമുള്ളതാണെങ്കിലൊന്നും പൊളിച്ചു മാറ്റാൻ പാടില്ല ഇവിടുന്ന്. അത് മട്ടാഞ്ചേരി ഈ ഏരിയ വന്നിട്ട് ഫോർട്ട് കൊച്ചി. ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് ഷിപ്പുകളാണ് ഈ കാണുന്നത്. അവരുടെ ഒരു യൂണിറ്റ് ഇവിടെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് മുളവുകാട് ഐലൻഡ് ആണ്. കാണുന്ന സ്ഥലം വന്നിട്ട് അത് ബോൾഗാട്ടി എന്നൊരു ലൊക്കേഷനാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ഇത് സീ മൗത്ത് ആണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സീ മൗത്ത് ഏരിയ ആണ്. നേരെ കാണുന്ന കടലാണ്. നമ്മൾ ഇത് ഫിഷിംഗ് ഹാർബർ ആണ്. ഇത് ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരിക്കുന്ന ബോട്ട്. ഇത് ഫിഷിംഗ് ഹാർബറാണ്, ഫോർട്ട് കൊച്ചി ആണത്. ഇത് ബ്രിട്ടീഷുകാരെ നിർമ്മിച്ചതാണ് ഈ കാണുന്ന ഈ ബിൽഡിങ്, ഓൾഡ് ബിൽഡിങ്, അസ്പിൻവാൾ ബിൽഡിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കയർ കയറ്റുമതി കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നൊരു ബിൽഡിംഗ് ആണിത്. ഇത് സീ മൗത്ത് നേരെ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ കടലിലേക്കാണ് പോകുന്നത്. കടലാണ് അറേബ്യൻ സീ ആണ്, അറബിക്കടല്. കാട്ടുതത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കൊരു കൺപെണ്ണാണ്, കട്ടുവിറ്റിയ മുത്താണ്, തേടി കിട്ടിയ പൊന്നാണ്, കട്ടെടുത്തൊരു മുഹാസത്താണ്. കരങ്ങളോട് തൂക്കി ചുവന്ന കരങ്ങളോട്, തൂക്കി ചുവന്ന കരങ്ങളോട്, തൂക്കി 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 ചുവന്ന കരങ്ങളോട്, തൂക്കി ചുവന്ന കരങ്ങളോട്, തൂക്കി ചുവന്ന കരങ്ങളോട്, തൂക്കി തൂക്കി അവനെ മുഴുവൻ.
അങ്ങനെ എൻ്റെ കറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 4:30 ആയപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കേട്ടോ ബസ് കയറിയത്. തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേഗം ഇങ്ങെത്താലോ എന്നൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ഇരിട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങെത്തിയത്. കയറിയപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് ബാക്കിലത്തെ സീറ്റിലേക്കാണ് കേട്ടോ സ്ഥാനം ഉറപ്പിച്ചത്. കാരണം ഇങ്ങെത്തുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം നല്ല താമസിക്കും. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലിരുന്ന കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണാമല്ലോ എന്ന ഉദ്ദേശമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും മഴയും ആരംഭിച്ചു കേട്ടോ. നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു കേട്ടോ. മഴയോട് മഴയായിരുന്നേ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കണ്ടു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഹൈപ്പ് വരുവാണെങ്കിൽ ഹൈപ്പ് കൂടെ കൊടുക്കുക കേട്ടോ. ടാറ്റാ ബൈ ബൈ.